മകളെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പിതാവ് അറസ്റ്റിൽ. അഴീക്കോട് മുനയ്ക്കൽ സുനാമി ഉന്നതി പോത്തെഴുത്ത് വീട്ടിൽ ഷില്ലിയെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നത്തെ കുട്ടികളെ ജൻസി കുട്ടികൾ എന്ന പേരിൽ തള്ളിക്കളയേണ്ടവരല്ലെന്നും അവകാശങ്ങൾക്കായി കുട്ടികൾ കൂട്ടായ്മയുടെ ശബ്ദമുയർത്തുന്നതിനെ സമൂഹം ഗൗരവത്തോടെ കാണണമെന്നും കെ വത്സരാജ് MLA. കുട്ടമംഗലം ഗ്രാമീണ വായനശാല സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഴീക്കോട് മുനയ്ക്കൽ ബീച്ചിൽ തിമിംഗലത്തിന്റെ ജഡം കരക്കടിഞ്ഞു. ഇന്ന് പുലർച്ചെയാണ് സംഭവം. അധികൃതർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മകളെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പിതാവ് അറസ്റ്റിൽ. അഴീക്കോട് മുനയ്ക്കൽ സുനാമി ഉന്നതി സ്വദേശി പോത്തെഴുത്ത് വീട്ടിൽ ഷില്ലിയെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭാര്യയുമായുണ്ടായ തർക്കത്തിനിടയിൽ മകൾ ഭാര്യയുടെ പക്ഷം പിടിച്ചതിനുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. മകളെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പിതാവിനെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. അഴീക്കോട് മുനയ്ക്കൽ സുനാമി ഉന്നതി സ്വദേശി പോത്തെഴുത്ത് വീട്ടിൽ 49 വയസ്സുള്ള ഷില്ലിയെയാണ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4:45 സംഭവം. അഴീക്കോട് മുനയ്ക്കൽ സുനാമി ഉന്നതിയിലെ വീട്ടിൽ പ്രതിയും ഭാര്യയും തമ്മിൽ വഴക്കുണ്ടാകുന്നതിനിടെ മകൾ ഭാര്യയുടെ പക്ഷം പിടിച്ചതിലുള്ള വൈരാഗ്യത്തെ തുടർന്നാണ് ആക്രമണം ഉണ്ടായതെന്ന് പോലീസ് പറഞ്ഞു. സംഭവ സമയത്ത് വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ SHO രമേശ്, കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ SIമാരായ അതുൽ മോഹൻ, ജാക്സൺ ജോസഫ്, സെബി, ഗ്രേഡ് CPOമാരായ ജിജിൻ ജെയിംസ്, ഷമീർ, വിഷ്ണു എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇന്നത്തെ കുട്ടികളെ ജൻസി കുട്ടികൾ എന്ന പേരിൽ തള്ളിക്കളയേണ്ടവരല്ലെന്നും അവകാശങ്ങൾക്കായി കുട്ടികൾ കൂട്ടായ്മയുടെ ശബ്ദമുയർത്തുന്നതിനെ സമൂഹം ഗൗരവത്തോടെ കാണണമെന്നും കെ വത്സരാജ് MLA. കുട്ടമംഗലം ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും ഉന്നത വിദ്യാഭ്യാസ നേട്ടം കൈവരിച്ചവരെയും ചടങ്ങിൽ അനുമോദിച്ചു. കുട്ടമംഗലം ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് വിതരണം കെ വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും കുട്ടികൾക്ക് അവരുടെ പഠന മേഖലയിൽ കൂടുതൽ ആത്മാർത്ഥമായും സമർത്ഥമായും പഠനം തുടരാൻ അവരെ ഇത്തരത്തിലുള്ള അവാർഡ് നൽകുന്ന ചടങ്ങുകൾ തീർച്ചയായിട്ടും പ്രോത്സാഹനജനകം തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളെ ഞാൻ ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ്. അവർക്ക് എല്ലാവിധ വിജയങ്ങളും ആദ്യമേ തന്നെ നേരുകയാണ്. കുട്ടമംഗലം ഗ്രാമീണ വായനശാലയുടെ ചരിത്രം ഇവിടെ ആമുഖ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. 59 മുതൽ ആരംഭിച്ചതാണ്. 67 വർഷമായി ഈ വായനശാലയുടെ പ്രവർത്തനം നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വായനശാലകൾ വളരെ സജീവമായി പ്രവർത്തിക്കുകയും ഗ്രാമീണ മേഖലയിൽ സാമൂഹ്യ ജീവിതത്തിൽ നല്ലതുപോലെ ഇടപെടുകയും ചെയ്യുന്ന നിരവധി വായനശാലകളുടെ പ്രവർത്തനം എനിക്ക് നേരിട്ട് കാണാൻ അവസരമുണ്ടായി. ഇവിടെ ജനപ്രതിനിധിയായി വന്നപ്പോഴാണ് അത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇന്നത്തെ കുട്ടികളെ ജൻസി കുട്ടികൾ എന്ന പേരിൽ തള്ളിക്കളയേണ്ടവരല്ലെന്നും അവകാശങ്ങൾക്കായി കുട്ടികൾ കൂട്ടായ്മയോടെ ശബ്ദമുയർത്തുന്നതിനെ സമൂഹം ഗൗരവത്തോടെ കാണണമെന്നും MLA പറഞ്ഞു. SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും PhD, MBBS, MA ഇന്റർനാഷണൽ റിലേഷൻസ് തുടങ്ങിയ മേഖലകളിൽ ഉന്നത വിദ്യാഭ്യാസ നേട്ടം കൈവരിച്ചവർക്കും ചടങ്ങിൽ ആദരവ് നൽകി. വായനശാല സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വായനശാലയുടെ ആദ്യകാല പ്രവർത്തകരായ നഫീസ, മൈമുന, കുട്ടമംഗലം എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. അഴീക്കോട് മുനയ്ക്കൽ ബീച്ചിൽ തിമിംഗലത്തിന്റെ ജഡം കരക്കടിഞ്ഞു. ഇന്ന് പുലർച്ചെയാണ് സംഭവം. അഴീക്കോട് മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിന് സമീപം കടപ്പുറത്തെത്തിയ തൊഴിലാളികളാണ് ജഡം കരക്കടിഞ്ഞ നിലയിൽ ആദ്യം കണ്ടത്. ദിവസങ്ങളോളം പഴക്കമുള്ളതായി തോന്നിക്കുന്ന ജഡം അഴുകിയ നിലയിലാണ്. വിവരമറിഞ്ഞ് ബന്ധപ്പെട്ട അധികൃതർ സ്ഥലത്തെത്തിയ തുടർ നടപടികൾ സ്വീകരിച്ചു. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലെ പ്രഗത്ഭനായ മന്ത്രിയും KPMS സ്ഥാപക നേതാവും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനും അവകാശങ്ങൾക്കും നിലകൊണ്ട PK ചാത്തൻ മാസ്റ്ററുടെ പ്രതിമ ഇരിഞ്ഞാലക്കുടയിൽ സ്ഥാപിക്കണമെന്ന് KPMS ആവശ്യപ്പെട്ടു. KPMS തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഏകദിന പഠന ക്യാമ്പ് തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്തു.
നിങ്ങളുടെ നേതൃത്വപാഠം ഒന്നുകൂടി പുതുക്കാനും കൂടുതൽ ഊഷ്മളമാക്കാനും KPMSന്റെ നേതൃത്വം ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ ഒരു വലിയ കഴിവാണ് ഇദ്ദേഹത്തിൽ വഹിക്കാൻ. നമുക്ക് എല്ലാ നിലയിലും നേതാക്കന്മാരെ ആവശ്യമുള്ളൊരു കാര്യമാണ്, അതും ഉത്കൃഷ്ടരായ നേതാക്കന്മാർ. ഒരു സമൂഹത്തെ സമുദായത്തെ നയിക്കുമ്പോൾ അത് സംസ്ഥാന തലത്തിലാകട്ടെ, ജില്ലാ തലത്തിലാകട്ടെ, യുവജനമണ്ഡലത്തിലാകട്ടെ, മണ്ഡലത്തിലും യൂണിറ്റിലുമൊക്കെ തന്നെ നല്ല നേതാക്കന്മാർ ഓരോ പദവിയിലേക്ക് വരുമ്പോൾ വലിയ മാറ്റം ആ സംഘടനയ്ക്കുണ്ടാകുക. പ്രതിമ സ്ഥാപിക്കുന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനം നേതാക്കൾ MLAക്ക് സമർപ്പിച്ചു. ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം മറുപടി നൽകി. ജില്ലാ പ്രസിഡന്റ് KS വിമൽ അധ്യക്ഷത വഹിച്ചു. KA തങ്കപ്പൻ, CA ശിവൻ, ലോചനൻ അമ്പാട്ട്, PK രാധാകൃഷ്ണൻ, CV ബാബു, PC ബാബു തുടങ്ങിയവർ സംസാരിച്ചു. റോഡിന് സമീപം നാട്ടുകാർക്കും വാഹനയാത്രക്കാർക്കും ഭീഷണിയായി നിന്നിരുന്ന മരച്ചില്ലകളും കാടും വെട്ടിമാറ്റി യുവാക്കൾ. ക്വിറ്റ് ഇന്ത്യ ദിനത്തോടനുബന്ധിച്ച് കരൂപ്പടന കടലായി റോഡിലെ അപകട ഭീഷണി ഉയർത്തിയിരുന്ന മരച്ചില്ലകളും കാടും വെട്ടിമാറ്റിയാണ് യാത്ര സുഗമമാക്കിയത്. വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഏറെ പ്രയാസം സൃഷ്ടിച്ചിരുന്ന റോഡരികിലെ കാടും മരച്ചില്ലകളും നീക്കം ചെയ്തതോടെ പ്രദേശത്തെ യാത്ര കൂടുതൽ സുരക്ഷിതമായി. വാർഡ് മെമ്പർ റിയാസ് വെളുത്തേരി, അബ്ദുൽ അസീസ്, നിതിൻ ജയ്സിംഗ്, നിഷാദ് കടലായി, അബ്ദുൽ കരീം, നവാസ്, നൌഷാദ്, ഷാജി തുടങ്ങിയവർ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം കേന്ദ്ര സർക്കാരിന്റെ സാമൂഹ്യനീതി മന്ത്രാലയത്തിന്റെ നശാമുക്ത് ഭാരത് അഭിയാൻ, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 10 കോടി ലഹരിമുക്ത പ്രതിജ്ഞാ ക്യാമ്പയിന് അന്നമനടയിൽ തുടക്കമായി. അന്നമനടയിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. അനാവശ്യകരമായ ലഹരി വിപണനവും ഒട്ടനവധി വർദ്ധിച്ചതിൻ്റെ പേരിൽ നമ്മുടെ സമൂഹത്തിൽ മക്കൾക്കും സമൂഹത്തിലും ഒട്ടനവധി വിനാശത്തിലേക്ക് നയിക്കുന്ന കാലഘട്ടമാണ്. ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് അന്ന് കള്ളും മദ്യമാണ് ഏറ്റവും ഒരു സമൂഹത്തിൽ വിമുക്തമായതെങ്കിൽ ഇന്ന് അതൊക്കെ പോയി കാലോചിതമായ മാറ്റങ്ങൾ വന്നു. രാസലഹരിയിലേക്ക് നമ്മുടെ സമൂഹം അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇതിൻ്റെ വിമുക്തി നേടണമെന്ന് നമുക്കെല്ലാവർക്കും പലർക്കും ഇതിന് ലഹരിക്ക് അടിമപ്പെടുന്നവർക്കൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും അത് സാധിക്കാത്ത സാഹചര്യത്തിലേക്കാണ് അവരെ തള്ളിവിടുന്നത്. ഇതിന് നമുക്ക് നേരത്തെ ഞാൻ ബിനോയ് സാറായിട്ട് സംസാരിച്ചുള്ളൂ. പണ്ടൊക്കെ നമ്മുടെ കാർന്നവന്മാര് ബീഡിയും സിഗരറ്റൊക്കെ ഉപയോഗിച്ചപ്പോൾ ഇതിനൊരു സിനിമ കാണുന്നതിന് മുമ്പ് ഒരു റീലുണ്ടായിരുന്നു, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പേടിയുണ്ടായിരുന്നു ഉപയോഗിക്കുന്നത്. അതോടുകൂടി പുകവലി നിന്നുപോയി. വിവേകോദയം സ്കൂൾ സെക്രട്ടറി ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം അന്നമനട സെന്റർ ഇൻചാർജ് അനിൽകുമാർ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മള അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ ബിനോയ് മുഖ്യാതിഥിയായി. BK ബിന്ദു, BK മാഫി, സുമതി, മിനി, അനു തുടങ്ങിയവർ സംസാരിച്ചു. ലഹരിമുക്ത ഭാരതം, ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിയ പദ്ധതികളുടെ ഭാഗമായാണ് 10 കോടി ലഹരിമുക്ത പ്രതിജ്ഞാ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. പരിപാടിയിൽ 250 വിദ്യാർത്ഥികളും 19 അധ്യാപകരും പങ്കെടുത്ത് ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ ആദ്യ അഡ്മിനിസ്ട്രേറ്ററായ പ്രകാശ് മണിയുടെ 19ാം സ്മൃതി ദിനത്തോടനുബന്ധിച്ച് ഭാരതത്തിലുടനീളം 2026 ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലായാണ് ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ബദലാവ് സരൂരി ഹേ എന്ന മുദ്രാവാക്യവുമായി സെപ്റ്റംബർ 1-ന് CPI ഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ പ്രചരണാർത്ഥം CPI കയ്പമംഗലം ലോക്കൽ കമ്മിറ്റി പദയാത്ര സംഘടിപ്പിച്ചു. കാളമുറിയിൽ നിന്നും ആരംഭിച്ച പദയാത്ര CPM ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ET ടൈസൺ ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ ER ജോഷി, വൈസ് ക്യാപ്റ്റൻ ദിവ്യ അനീഷ്, മാനേജർ PK റഹീം, മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ്, MD സുരേഷ്, KC ശിവരാമൻ, KA ഷിഹാബ് തുടങ്ങിയവർ സംസാരിച്ചു. CPM ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KP സന്ദീപ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളും കീർത്തനങ്ങളും ആലപിക്കുന്നതിലുപരി അദ്ദേഹത്തിന്റെ ആശയങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് ഡോക്ടർ സുനിൽ P ഇളയിടം. ഗുരുവിന്റെ വിശ്വമാനവികതയെ ആസ്പദമാക്കി കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാലയും ആർട്സ് ഓഫ് കളരിപ്പറമ്പും സംയുക്തമായി സംഘടിപ്പിച്ച
സോദരേത്വന പ്രഭാഷണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുധീഷ് അമ്മവീട് അധ്യക്ഷനായി. ഷൗക്കത്ത് പ്രഭാഷണം നടത്തി. വായനശാല പ്രസിഡന്റ് PV സജിത, സെക്രട്ടറി MS ദിലീപ്, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു, നേതൃസമിതി കൺവീനർ ശ്രീനിവാസൻ ഐനിപ്പുള്ളി, TA ഇക്ബാൽ, PM സിജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. DC ബുക്സിന്റെ സെഡോറ എന്ന മുദ്രണത്തിലൂടെ പ്രസിദ്ധീകരിച്ച പുല്ലൂറ്റി KKTM ഗവൺമെന്റ് കോളേജ് 3ാം വർഷ ചരിത്ര ബിരുദ വിദ്യാർത്ഥിയായ ഭരത് ഐഭിയുടെ സസ്നേഹം അപരാജിത എന്ന നോവലിന്റെ പ്രകാശനം KKTM ഗവൺമെന്റ് കോളേജിൽ വെച്ച് ചരിത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്നു. എഴുത്തുകാരൻ അശോകൻ ചരിവിൽ KKTM ഗവൺമെന്റ് കോളേജ് മുൻ വൈസ് പ്രിൻസിപ്പാളും എഴുത്തുകാരിയുമായ പ്രൊഫസർ VK സുബൈദയ്ക്ക് പുസ്തകം നൽകി പ്രകാശനം ചെയ്തു. അനുഭവങ്ങളെ സർഗാത്മകമായി മനുഷ്യ മനസ്സിലേക്ക് പകരുന്ന പ്രക്രിയയാണ് സാഹിത്യമെന്ന് അശോകൻ ചരിവിൽ അഭിപ്രായപ്പെട്ടു. സമകാലിക സമൂഹത്തിലെ സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ സങ്കീർണതകളെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്നതിൽ ഈ നോവൽ ഏറെ വിജയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. KKTM ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ പ്രിയ P മേനോൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരി പ്രൊഫസർ ഡോക്ടർ G ഉഷാകുമാരി, നിരൂപകൻ ഡോക്ടർ യാക്കൂബ് തോമസ്, NS ഷാനി തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീ ഗുരുദേവ മാനവ മൈത്രി ട്രസ്റ്റിന്റെ 30ാമത് വാർഷിക പൊതുയോഗം നടന്നു. മേത്തല ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ശ്രീ ജഗദീശൻ അധ്യക്ഷത വഹിച്ചു. MG സർവകലാശാലയിൽ നിന്നും ഗവേഷണ പഠനത്തിൽ ഡോക്ടറേറ്റ് നേടിയ അക്ഷയ സജീവൻ തെക്കേടത്തിനെയും MG സർവകലാശാലയിൽ നിന്നും സംസ്കൃതം ബിരുദ പഠനത്തിൽ 3ാം റാങ്ക് കരസ്ഥമാക്കിയ അനുപമ ദിലീപ് കുമാറിനെയും മേത്തല ഗവൺമെന്റ് UP സ്കൂളിലെ LP UP വിഭാഗത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. PP സോമൻ, MA രാമചന്ദ്രൻ, KP പ്രതാപൻ, AS പുഷ്പൻ, NN പ്രദീപ്, MK പ്രതാപൻ, TN കിഷോർ, ട്രസ്റ്റ് സെക്രട്ടറി TP ബാലൻ, വിജയൻ നടുമുറി തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ഏരിയയിലെ 12 മഹലുകളിലെ കൂട്ടായ്മയായ ഖത്തർ കൊടുങ്ങല്ലൂർ ഏരിയ മഹൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവാസി കുടുംബ സംഗമവും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. MAS കോളേജ് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ MA സുലൈമാൻ അധ്യക്ഷത വഹിച്ചു. അമീർ അലി MM, ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. പഠനരംഗത്ത് മികവിന്റെ തിളക്കമാർന്ന നേട്ടങ്ങൾ കൈവരിച്ച വിദ്യാർത്ഥിനികളെ ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മകളെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പിതാവ് അറസ്റ്റിൽ. അഴീക്കോട് മുനയ്ക്കൽ സുനാമി ഉന്നതി പോത്തെഴുത്ത് വീട്ടിൽ ഷില്ലിയെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നത്തെ കുട്ടികളെ ജൻസി കുട്ടികൾ എന്ന പേരിൽ തള്ളിക്കളയേണ്ടവരല്ലെന്നും അവകാശങ്ങൾക്കായി കുട്ടികൾ കൂട്ടായ്മയുടെ ശബ്ദമുയർത്തുന്നതിനെ സമൂഹം ഗൗരവത്തോടെ കാണണമെന്നും KK വത്സരാജ് MLA. കുട്ടമംഗലം ഗ്രാമീണ വായനശാല സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഴീക്കോട് മുനയ്ക്കൽ ബീച്ചിൽ തിമിംഗലത്തിന്റെ ജഡം കരക്കടിഞ്ഞു. ഇന്ന് പുലർച്ചെയാണ് സംഭവം. അധികൃതർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.